ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് അത് കണ്ടിട്ട് വന്നിട്ട് ബാക്കി ഇത് കണ്ടാൽ മതി. അപ്പോൾ പെരുന്നാളിൻ്റെ രാവിലത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. എന്നിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഇതാ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. രാത്രി കുറേ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് ഫുള്ളാക്കി എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. കൽമാസിനൊന്ന് മുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നെയ്യൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയായിരുന്നു. അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതാ നമ്മൾ രാത്രി പെരക്കി വെച്ച ചിക്കനില്ലേ, പിന്നെ അത് ബട്ടറും പിന്നെ സൺഫ്ലവറും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് രണ്ടും മിക്സ് ആക്കിയിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതിന് ശേഷം പിന്നെ ഇതാ ഞാൻ ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കുകയായിരുന്നു. മൈദയും ഈസ്റ്റും പിന്നെ ഒരു മുട്ടയും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ചായ കുടിക്കാൻ ചായ വേണ്ടവർക്ക് ചായ, കാപ്പി വേണ്ടവർക്ക് കാപ്പി ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ വലിയ പെരുന്നാളിന് നിസ്കാരത്തിന് ശേഷം കഴിക്കുന്നതാണ് ഉത്തമം. അത് പള്ളിയിൽ പോകുന്നവർക്കൊക്കെ. പിന്നെ നമ്മൾ പിന്നെ പള്ളിയിലൊന്നും പോകുന്നില്ലല്ലോ, അത് പിന്നെ രാവിലെ വിശക്കുകയും ചെയ്ത് അതുകൊണ്ട് പിന്നെ ചായ കുടിച്ച് ഞാനും ആങ്ങളുടെ വൈഫും കൂടിയിട്ട് ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടില്ലേ, അതെല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ നല്ല പോലെ ഒന്ന് നൈസായിട്ട് അരച്ചെടുത്ത് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തിളച്ചിട്ട് അതുമ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് റെഡിയായി. പിന്നെ പാല് ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, വെൽക്കം ഡ്രിങ്ക് കൊടുക്കണ്ടേ വരുന്നവർക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാത്രി കുറേ ആലോചിച്ച് എന്താണ് വരുന്നവർക്കൊക്കെ കൊടുക്കേണ്ടതെന്ന് ഒരെത്തും പിടിയില്ല. പിന്നെ രാവിലെ എണീറ്റിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. അപ്പം ഞാനത് ഉണ്ടാക്കി പാലിത നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വാനില എസൻസും മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് സാബൂനരി വേവിച്ച് വെച്ചിട്ടുണ്ടായിന് അതുകൂടി ചേർത്തിട്ട് അത് നല്ല പോലെ തിളച്ചിട്ടാകുമ്പോൾ അതവിടെ കീച്ച് വെച്ചിട്ടുണ്ട് തണിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഞാൻ ബിരിയാണീൻ്റെ മസാല ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതവിടെ ചെറിയ തീയിൽ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഭാഗത്ത് ഞാൻ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് കോരുന്നുണ്ട്. പിന്നെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അതേ ഓയിലിൽ തന്നെ ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കും. പിന്നെ ഇതാ മല്ലിയിലൊക്കെ ഇട്ടത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ. അത് അവിടെ വേവാൻ വെച്ച സമയം കൊണ്ട് ഞാൻ പിന്നെ കച്ചമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. കക്കിരിയൊക്കെ നല്ല പോലെ തോലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. തൈര് കൂട്ടിയിട്ടാണ് സലാഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നും ഓരോ വയ്ക്കേ ചെയ്തുകൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇതാ നമ്മുടെ ചോറ് നല്ല പോലെ അടിപൊളിയായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ആറാനുണ്ട്. അപ്പോൾ നമ്മുടെ മസാല നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചോറ് പകുതി ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ഉള്ളി പൊരിച്ചതും പിന്നെ മല്ലിയിലയൊക്കെ വേറി കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ ചോറിട്ടിട്ട് വീണ്ടും അതേപോലെ മല്ലിയിലയും ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ടിട്ട് അതൊന്ന് അടച്ച് ദമ്മിനവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ലേ ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിതാ ഇതുപോലെ ഇതേ ഷേപ്പിലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ എൻ്റെ മോള് അതിൻ്റെ ഇടയിൽ കൽമാസമൊക്കെ തന്നിട്ട് ഇങ്ങനെ ഷോ കാണിക്കുകയെന്ന്. പിന്നെ ഇതാ പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട എടുത്തിട്ട് നല്ല പോലെ കൈവച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ ബ്രഷ് കൊണ്ട് മുട്ടയൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വെളുത്ത വെള്ളവും കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല മുഞ്ചില്ലേ. പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. നമ്മൾ പിന്നെ പത്തിരി ചുടുന്ന തവയാന്ന് വെച്ചത്, എന്നാൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ, കുറേ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മുടെ പത്തിരിയൊക്കെ ചുടുന്ന തവ തന്നെ വെച്ചത്. അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് പിന്നെ എല്ലാം വെച്ചിട്ട് അപ്പുറം ഇപ്പുറവും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചിട്ട് നല്ല പോലെ ഒന്ന് പൊങ്ങി വരുമ്പം എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വേഗം ഞാൻ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട്. ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കമൻ്റ് ഉണ്ടായിനി. എൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പെരുന്നാളിൻ്റെ വ്ളോഗിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ കാത്തിരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടാവുക എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ആ ഭാഗ്യം വളരെ വൈകിയാണ് എനിക്ക് കിട്ടി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. പിന്നെ നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും സഹകരണത്തിനും ഒക്കെ
ഒക്കെയും സ്നേഹം മാത്രം തിരിച്ചു നൽകാനുള്ളൂ എനിക്ക്. അങ്ങനെ ഇതാ ബട്ടർ നാനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി, പിന്നെ നിങ്ങളിതിൻ്റെ ഫാനായി മാറും. പിന്നെ ഇതാ ലാസ്റ്റ് വൺ എനിക്ക് പണിയുള്ളത് ഇതാ ചിക്കൻ മംഗോളി ഉണ്ടാക്കണം. അതിൻ്റെ ചിക്കനൊക്കെ ഞാൻ പുറത്തുനിന്ന് ഫ്രൈ ചെയ്തതിന് ഉള്ളിന്ന് ഫ്രൈ ചെയ്താൽ ഫുള്ള് തെറിച്ചിട്ട് അവിടെ ടൈൽസൊക്കെ തുടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനത് പുറത്തുനിന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മിൽമ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു 3-4 സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 10 പീസ് അണ്ടിപ്പരിപ്പ് നല്ലോണം ഒന്ന് നൈസായിട്ട് പൊടിച്ചെടുത്തതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. പിന്നെ വെളുത്ത എള്ള് കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ എല്ലാം മിക്സാക്കിയതിന് ശേഷം ഞാനിതാ അത് അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഏകദേശം എല്ലാ പണിയും സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കുന്നതാണ് അടുത്ത പരിപാടി. അതിനായിട്ട് ഇതാ നമ്മൾ നേരത്തെ തിളപ്പിച്ച് തണിയാൻ വെച്ച പാലിലെ അതിലേക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ആപ്പിളും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അനാറ് കൂടി എടുത്തിട്ട് അതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നല്ലോണം ഐസിൻ്റെ കട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ 1/2 കിലോന് പിന്നെ ഐസ്ക്രീമും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതാ എൻ്റെ മോള് പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന്. ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ സമയം ഏകദേശം 9:30 മണി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ലാസ്റ്റ് ഞാൻ കക്കിരിയിൽ ഉള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൽ തൈര് കൂടി ചേർത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ചേർത്തിട്ട് അത് സെറ്റാക്കി വെച്ച് ഇനി ഇതാ ക്ലീനിങ് ആണ്. പിന്നെ പുഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാനുണ്ടായിട്ടില്ല. ആങ്ങളുടെ വൈഫ് വരുമ്പോൾ പുഡിങ്ങൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ വരുമ്പം അതൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ആ പണി അങ്ങ് എളുപ്പമായിട്ടുണ്ട്. അങ്ങനെ ക്ലീനിങ് കൂടെ കഴിഞ്ഞാൽ എൻ്റെ പണി ഫുള്ളായിട്ടും ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ മാത്രമേ ബാക്കിയുണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞാനും പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി വന്ന് ഒരു 10:30 മണിയാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. നമ്മളെ നാട്ടിൽ കുറേ പിന്നെ രാവിലെ നാസ്ത ഉച്ചക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു നേരെ കഴിക്കൂ. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഓരോരുത്തരുടെ വീട്ടിലേക്കും ഞാൻ പോയി. ഇതെൻ്റെ ചുങ്കിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ ഇളനീർ മോസാണ്. അപ്പം ചെറിയ ഗ്ലാസ് എന്താ വെച്ചാൽ പിന്നെ പെരുന്നാളിന് വന്നാൽ വേണ്ടെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ചെറിയ ഗ്ലാസ് ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതാ എന്തെല്ലോ ബർഫി ഉണ്ട്, പിന്നെ ബീട്രൂട്ട് ബർഫിയും പിന്നെ ഇതെന്താ ഈത്തപ്പഴത്തിൻ്റെ എന്തോ സംഭവമാണ്. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ പുഡിങ്ങും ഉണ്ടായിട്ടുണ്ടായിന്, പിന്നെ ചിക്കു പുഡിങ്. അങ്ങനെ എല്ലാം അവിടുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ പീസ് എടുത്തത്, കാരണം വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് പിന്നെ മൂത്താപ്പാൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. പെരുന്നാളായാൽ പിന്നെ അങ്ങനെയാണ്, രാവിലെ നമ്മളെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഓരോ വീട്ടിൽ നിന്നും പായസം വെള്ളം ഒക്കെ കിട്ടുമ്പോൾ തന്നെ വയറ് സെറ്റാവും. പിന്നെ ഒന്നും അന്നത്തേക്ക് വേണ്ടി വരില്ല. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 2-3 വീട്ടിൽ പോയിട്ടുണ്ട്. എല്ലാ വീട്ടിൽ നിന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതാ നേരെ താത്താൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. നല്ല ഇളനീർ ജ്യൂസ്, നല്ല തണുത്ത ജ്യൂസ് കിട്ടിയിട്ടുണ്ട്, അതും വാങ്ങി കുടിച്ച്. പിന്നെ ഇതാ പിന്നെ താത്താൻ്റെ മോള് ബട്ടർ പുഡിങ്ങും പിന്നെ ഇളനീർ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് അതിന് ഇളനീർ കേക്ക്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ. അങ്ങനെ അവിടുന്ന് അതൊക്കെ തിന്നുമ്പോഴുണ്ട് വീട്ടിൽ നിന്ന് ഫോൺ വിളി വരുന്ന കുറേ ആൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് താത്താൻ്റെ മോളെ ഹസ്ബൻഡ് ഉണ്ടായിന് വണ്ടിയും കൊണ്ട്. നമ്മൾ നടന്നിട്ട് പോകേണ്ടത്ര ദൂരെയിലും, എന്നാലും വണ്ടി കാണുമ്പോൾ പിന്നെ നമുക്ക് കാലിനൊരു കഴപ്പുണ്ടാവില്ലേ. അതുകൊണ്ട് പിന്നെ വണ്ടിയിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് അപ്പോഴേക്ക് ഫുള്ള് ആൾക്കാർ തന്നെ. എനിക്ക് എന്ത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീട് നിറയെ ആൾക്കാരും ഒച്ചവും ബഹളവും ചിരിയും കളിയും ഒക്കെ. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ, എന്നും ഇതുപോലെ നിലനിർത്തി തരട്ടെ. എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നതും അവർക്കൊക്കെ വെള്ളമൊക്കെ കൊടുക്കുന്നതും ഒക്കെ നല്ല രസമല്ലേ. അങ്ങനെ ഞാൻ എല്ലാവർക്കും നമ്മുടെ വെള്ളം സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഗ്ലാസ് എന്തേന്ന് വയ്ക്കണ്ട, പെരുന്നാളിൻ്റെ അന്ന് അത്രേ വെള്ളം കുടിക്കും. അതുകൊണ്ടാണ് ചെറിയ ഗ്ലാസ്സിൽ എല്ലാവർക്കും കൊടുത്തത്. പിന്നെ ഇതാ എൻ്റെ ആങ്ങള കൂടി വന്നിട്ടുണ്ട്. ആങ്ങളെ തന്നെയാണ് മറ്റേതും. അങ്ങനെ ഇതാ വന്ന് കൈയൊക്കെ തന്ന് രാവിലെ ഒരിക്കൽ തന്നിട്ട് പോയതാണ്. പള്ളിയിൽ നിന്ന് കിന്നപ്പാട് നേരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ദുബാർക്കൊക്കെ തന്ന് പോയതാണ്. പിന്നെ രണ്ടാമത് വീണ്ടും വരുന്നതാണ് ഒരു ഉറക്കമൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഇതാ എല്ലാവരും
അപ്പുറം ഇപ്പുറം ഈദും വേറെ നേരലും കെട്ടിപ്പിടിക്കലും ഒന്നും പറയണ്ട. പിന്നെ ജഗ പോകാനെ ഒച്ചപ്പാടും ബഹളവും ചിരിയും കളിയും ഒക്കെ തന്നെ താത്താവും 2 ആങ്ങളമാരൊക്കെ ആണത്. പിന്നെ ഇതാ നമ്മുടെ സെൽഫി എടുക്കേണ്ട വട്ടത്തിലാണ്. വണ്ടി റിവേഴ്സ് അടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫാമിലി പിക്ക് എടുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും അവിടെ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന്. പിന്നെ അതിൻ്റെ കലവിലയാണ്. പിന്നെ ഇതാ വീടിൻ്റെ ഉള്ളും പുറവും ഒക്കെ ആൾ തന്നെയാണ്. അൽഹംദുലില്ലാ. പിന്നെ ഇതാ ഒരു കൂട്ടം ടീമുണ്ടാവും ഇതുപോലത്തെ. പെരുന്നാളായാലും കല്യാണമായാലും നേർച്ചയായാലും ഒന്നുമില്ല, എല്ലാവരും ഇങ്ങനെ ഈച്ചനെ പോലെ പൊതിയും. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പിക്ക് എടുക്കലാണ് അടുത്ത പരിപാടി. ഓരോ ഫോട്ടോഷൂട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പം തന്നെ 6 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. അതിൻ്റെ ഇടയിൽ ആങ്ങളുടെ വൈഫിനെ ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഇറക്കാനുണ്ടായിന്. അങ്ങനെ അവരവരെ വീട്ടിലൊക്കെ കൊണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്. ഇവിടെ എത്തിയപ്പോൾ ഇതാ നല്ല അടിപൊളി സേമിയ പായസം കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ ഇവിടെയായി ബഹളും ലഹളമൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ പെരുന്നാൾ വിശേഷങ്ങൾ. കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.